കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം നമ്മൾ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ ധ്യാനവും ഉടമ്പടി ധ്യാനവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ധ്യാനത്തിൽ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കും. അത് പലപ്പോഴും വചനത്തെക്കുറിച്ചുള്ള പുതിയ അഭിഷേക തലങ്ങളായിരിക്കും നൽകുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നൽകും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. പല ഇൻ്റർപ്രിട്ടേഷൻസും വ്യാഖ്യാനങ്ങളും അത് ഈ പ്രയോഗത്തിൽ വരുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ലെവലിലാണ് വരണത്. പലപ്പോഴും ഉടമ്പടിയിലെ ഒരു ഇൻഫർമേഷൻ ലെവലല്ല വർക്ക് ചെയ്യണത്, ആപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഞാൻ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാൻ കേട്ടോ. മലയാളം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകണില്ല നിങ്ങൾ പറയരുത്. അതൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ അതിൻ്റെ മലയാളവും പറയും. അപ്പം അതുകൊണ്ട് ഈ സാധാരണ വചനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ലെവല് നമ്മുടെ അറിവ് വർദ്ധിക്കും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. അത് അറിവ് കൂടുന്നു. അതനുസരിച്ച് നമ്മൾ ആധ്യാത്മിക പ്രബുദ്ധരാകുന്നു. അതാണ് എൻ്റെ ഉദ്ദേശം. കുറച്ച് ഈടുവെപ്പ്, കുറച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചുകൂടി ആഴം, തൂക്കം, വെയിറ്റ് വെക്കും. പറന്നു പോകത്തില്ല, അതാണ്. പക്ഷെ ഉടമ്പടി ധ്യാനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ആപ്ലിക്കേഷൻ ലെവലാണ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് ഈ പറയണത്. തിയോളജി അല്ല, സ്പിരിച്വാലിറ്റി. അപ്ലൈഡ് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗാത്മകമായിട്ടുള്ള ബൈബിൾ വിജ്ഞാനീയം. അത് പ്രയോഗിക്കാനുള്ളതാണ്. അല്ലാതെ കേട്ട് പ്രബുദ്ധരാകാനുള്ളതല്ല. പ്രബുദ്ധതയല്ല ഉദ്ദേശം, പ്രയോഗമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴൊക്കെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ എലൈറ്റ് ഓഡിയൻസ് ഉടമ്പടി അവരുടെ ലെവലിൽ അത് എടുക്കുന്നുള്ളതാണ്. എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട്.
ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് തൊട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരെ ഒരുപോലെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ എപ്പോക്കിലുമുള്ള ആൾക്കാർ, എല്ലാ വാക്ക് ഓഫ് ലൈഫിലും, എല്ലാ തരത്തിലുള്ള എല്ലാ ജീവിത നിലവാരത്തിലുമുള്ള ആൾക്കാരെ നമ്മൾ സാക്ഷ്യം പറയിപ്പിക്കുന്നതാണ്. തീരെ പ്രായമൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരും പക്ഷെ പറയണ കാര്യം ഇടിവിട്ടായിരിക്കും. അവർ പറയണ കാര്യം ഇടിവിട്ടായിരിക്കും. എന്താ കാര്യം? അവർ സത്യസന്ധമായിട്ട് വിശ്വസിച്ച് അതുപോലെ അവർ പ്രയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടാണ്. ഉടമ്പടി റിസൾട്ടിനെ കുറിച്ച് നിങ്ങളെപ്പോഴും, അപ്പം നമ്മളിപ്പോൾ ഒരു ഉടമ്പടി ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അതിൽ നമ്മൾ സാധാരണ എല്ലാ ബന്ധങ്ങളിലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ്, അല്ലേ? ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് വർദ്ധിക്കണത്? പ്രാർത്ഥന നിലവാരം അങ്ങനെയല്ലേ സംഭവിക്കണത്? ധ്യാനം കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ മുമ്പത്തേക്കാൾ ഉപരി പ്രാർത്ഥിക്കും. പക്ഷെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടുന്നതിൻ്റെ ഒപ്പം അതിനേക്കാൾ മെച്ചപ്പെടുന്നത് സാക്ഷ്യ നിലവാരമാണ്. അതാണ് വിഷയം. സാക്ഷ്യ നിലവാരം, പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടും. പക്ഷെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിലവിലുള്ള പ്രാർത്ഥനകളെ തന്നെയാണ് ഉടമ്പടി ഉപയോഗിക്കുന്നത്. നിലവിലുള്ള പ്രാർത്ഥന എന്താണ്? കാരണം നിലവിലുള്ള പ്രാർത്ഥനയെല്ലാം ഇടിവെട്ട് പ്രാർത്ഥനകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ വിശ്വാസ പ്രമാണം ഒന്ന് ചങ്കെക്കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനേ ഉള്ളൂ. അതാണ് വിഷയം. അപ്പം ആൾക്കാർ ഉപയോഗിച്ച് തേഞ്ഞ് മാച്ച് അത് പ്രയോഗിച്ച് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അത് വിശ്വാസ പ്രമാണം പോലും ഒരു പ്രാർത്ഥനയായിട്ട് ചൊല്ലിയാണ് ആൾക്കാർ അവസാനിപ്പിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ഒരിക്കലും പ്രാർത്ഥനയല്ലല്ലോ. നമ്മൾ ചെല്ലണത്, വിശ്വാസ പ്രമാണം ചെല്ലണത് പ്രാർത്ഥനയായിട്ടാണ് ചെല്ലണത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പ്രെയർ, ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അതാണ് വിഷയം വരുന്നത്. അതൊരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? പ്രഖ്യാപനമാണ്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ്. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടിയിൽ നിലവിലുള്ള പ്രാർത്ഥനകളെയാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണത്? വിശ്വാസപ്രമാണം, പിന്നെന്താണ്? സ്വർഗസ്ഥനായ പിതാവ്, പിന്നെന്താണ്? എന്ന് പറഞ്ഞ പറയാം. ഇതിനെ വെട്ടാനുള്ള പ്രാർത്ഥന എവിടെ ആരുണ്ടാക്കാനാണ്? ഇനി ഈ രണ്ടാമതൊരു ലോകം ഉണ്ടായപ്പോലും ഈ 3 പ്രാർത്ഥനയെ അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ചെയ്യണത് തോക്കുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉന്നം ശരിയാകാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. തോക്ക് വലിയ പവർഫുള്ളായ റേഞ്ചുള്ള തോക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പരിശീലന ഉന്നമൊക്കെ വേണം. അവിടെയാണ് മിസ്റ്റേക്ക് സംഭവം. ഉന്നം കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് തോക്ക് മാറാൻ പറ്റുക? ആളാണ് മാറേണ്ടത്. തോക്കിന് ഉന്നം കിട്ടണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തോക്ക് മാറിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഒരിക്കലും അവൻ്റെ സഭയുടെ അടിസ്ഥാന പ്രാർത്ഥന മാറ്റത്തില്ല. അടിസ്ഥാന പ്രാർത്ഥനയ്ക്ക് പുതിയ ആപ്ലിക്കേഷൻ ലെവൽ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാര്യം ഉടമ്പടിയുമായിട്ട് യോജിച്ച് പോകുന്നതാണ് ഇതെല്ലാം. ഏതാണ്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ എന്താണ്? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വിശ്വാസം എന്തിന് ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും സ്നേഹനിധിയായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും
തിരുക്കുമാരനും എൻ്റെ വിശ്വാസത്തോടെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് പരമേശ്വരൻ. ഇതെൻ്റെ ജീവിത പങ്കാളി ശ്യാമള. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പത്രത്തിൽ വായിച്ച് ഉള്ള അറിവാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഒരു സഹോദരി എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നു. ഞാനത് കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ആദ്യ പേജുകൾ വായിച്ചപ്പോൾ തന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, 2-3 ലക്ഷം രൂപ മുടക്കി ഒരു കിണർ കുത്തിയിട്ട് ആ കിണറിൽ വെള്ളമില്ലായിരുന്നു. ഒരു സഹോദരി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെള്ളമില്ലാതിരുന്ന കിണറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് വാരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കിണറ്റിലേക്ക് ഇട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കരമായ ഒരു സൗണ്ട് ആ കിണറിനുള്ളിൽ ഉണ്ടാവുകയും വെള്ളം പെട്ടെന്ന് തന്നെ കൃപാതീതമായിട്ട് പൊങ്ങി വന്ന ഒരു സാക്ഷ്യം പത്രത്തിലൂടെ ഞാൻ വായിച്ചു. ഒരിക്കലും എൻ്റെ ബുദ്ധിക്ക് നിരക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ ആദ്യം വരെ മനസ്സിലാക്കിയത്. എന്നാൽ തുടർന്നുള്ള സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തികൾ, ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടതും, അതുപോലെ തന്നെ ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് ചെവി കേൾക്കാൻ സാധിച്ചതും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകിയതുമെല്ലാം വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഈ 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി എനിക്കൊരു മേജർ അറ്റാക്ക് വന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ അഡ്മിറ്റായി. വളരെ സങ്കീർണമായൊരു സമയമായിരുന്നു. അഡ്മിറ്റായി ഒരു 4 ദിവസം കഴിഞ്ഞ് എന്നെ ICUവിൽ നിന്നും പുറത്തിറക്കി. അതിനുശേഷം വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടതുവശത്ത് താഴെയായിട്ടൊരു വേദന ആരംഭിച്ചു, യൂറിൻ ബ്ലാഡറിൻ്റെ സമീപത്തായിട്ട്. ആ വേദനയുമായിട്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്തസഞ്ചിയുടെ അകത്തൊരു വലിയ മുഴ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മുഴ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ മുഴ റിമൂവ് ചെയ്ത് കളയണം. ഇത് അകത്തിരുന്ന് തനിയെ പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അപകടമാണ്, ആ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരും. അതുകൊണ്ട് പരമാവധി ഒരു 10 ദിവസം നമ്മൾക്ക് മരുന്ന് കൊണ്ട് മാറുമോ ഇല്ലെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഞാൻ മാതാവിനോടും അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരാഗ്രഹമുണ്ട്. എനിക്ക് പോകാനുള്ള എൻ്റെ വഴികളെ, തടസ്സങ്ങളെ മാറ്റിത്തന്ന് എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ സ്നേഹിതനോട് ബേബിയോടും ഒപ്പം ഞങ്ങൾ 2024 ഡിസംബർ 1-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന്, എനിക്ക് 74 വയസ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ലെന്ന് കൗണ്ടറിൽ നിന്ന് അറിയിപ്പ് കിട്ടി. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തു. ജീവിത പങ്കാളിയുടെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം മാതാവിൻ്റെയും ഈശോയുടെ അടുത്ത് വന്ന് കണ്ണുനീരോടുകൂടി എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിച്ച വസ്തുക്കളുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അവർ പറഞ്ഞ 10-ാം തീയതി ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജ് ചെന്നു. ഈ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഒരു സ്കാനിങ് കൂടി ചെയ്യണം, മരുന്ന് കഴിച്ചതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. വീണ്ടും മരുന്ന് കഴിഞ്ഞപ്പോൾ റിസൾട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുഴ അവിടെ കാണാനില്ല. ഈ പിത്തസഞ്ചിയിൽ ഉണ്ടായിരുന്ന മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്നെ ചികിത്സിക്കുന്നവരുടെ വിദഗ്ധനായ പ്രൊഫസർ ഡോക്ടർ ഹൈന്ദവനായിരുന്നു. അദ്ദേഹം ഷീറ്റും വയറും ഈ സ്കാനിങ്ങും എല്ലാം വിദഗ്ധമായിട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങളെന്തായി പറയണത്? ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ആലപ്പുഴയിലുള്ള കൃപാസനത്തിൽ
പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടായിരുന്നു. അല്ലാതെ ഞാൻ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടാണ്. നിങ്ങളുടെ ഈ റിസൾട്ട് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. എനിക്കിത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ റിസൾട്ട് സ്കാൻ ചെയ്ത് റിസൾട്ട് പരിശോധിച്ചാൽ എൻ്റെ വയറ്റിൽ മുഴയില്ല. കാരണം എൻ്റെ ഈശോയും മാതാവും എനിക്ക് വേണ്ടി അവിടുന്ന് സൗഖ്യം അയച്ചു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുമുറിവുകൾ, ആ വിലയാണ് എന്നെ സൗഖ്യപ്പെടുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഐസിയിൽ കിടന്നപ്പോൾ, ഈശോയെ, എൻ്റെ പാപിയായ എന്നെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപിമംഗലമായ രക്തത്തിലേക്ക് ഈശോയുടെ ജീവരക്തം, വിശുദ്ധ രക്തം ഒരു തുള്ളി ചേർത്ത് എന്നെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമെന്ന്. ഈശോ ആ പ്രാർത്ഥന കേട്ടു. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതാണ് എനിക്ക് കൃപാസനത്തിൽ വന്നപ്പോൾ സംഭവിച്ചത്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പുത്രനോട് പ്രാർത്ഥിച്ചു, എന്നെ സുഖപ്പെടുത്തി. ഞാൻ അതിനുശേഷം പള്ളിയിൽ പോയി ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ച ഞങ്ങൾ ഉണ്ണീശോയുടെ ദേവാലയമാണ്. വെള്ളിയാഴ്ച നൊവേനയിലും കുർബാനയിലെല്ലാം സംബന്ധിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് മറ്റുള്ളവരെയും സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ആഴമായ വിശ്വാസം എനിക്ക് ദൈവം തന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 10-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വളരെ പ്രത്യാശയുടെ വചനമാണ്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ജീവനുള്ളതായി തീരുകയാണ്. കാരണം ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് പ്രതികൂല സാഹചര്യം, ഈശോയുടെ വാഗ്ദാനം ഞാൻ സന്തോഷത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സന്തോഷത്തോടെ ഞാൻ ഒരു നിധിയായി കൊണ്ടു നടക്കുകയാണ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വലത് കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം, എത്രയോ സന്തോഷകരമായൊരു വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് മാമോദീസ സ്വീകരിക്കാത്തതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലാവരും വിശുദ്ധ കുർബാന എൻ്റെ സമീപത്തുള്ളവർ സ്വീകരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടുകൂടിയാണ് പള്ളിയിടകത്തിരിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദിസ് ഈസ് മൈ ബോഡി. ഈ ജീവൻ്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ നിധിയായി സൂക്ഷിക്കുകയാണ്. ഒരിക്കൽ എനിക്ക് എൻ്റെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കാനുള്ള കൃപ, ഭാഗ്യം ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വലിയ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുകയാണ്. നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു. ഈശോയുടെ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈശോ വസിക്കുന്നു. ആ വ്യക്തി ഈശോയിൽ വസിക്കുന്നു. എത്രയോ സന്തോഷമാണ്. ഈശോ വസിക്കുന്ന ഒരു വ്യക്തി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എന്തായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ അതേ ഹൃദയവും ചിന്തയും സ്വഭാവവും പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവും ഈ വ്യക്തികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ ജീവൻ്റെ വചനമാണ് നമ്മൾക്ക് ഈ ബോധ്യം തരുന്നത്. അങ്ങനെ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായന എനിക്ക് എല്ലാ
ദിവസവും മുടങ്ങാതെ സമയമെടുത്ത് പുതിയ നിയമവും പഴയ നിയമവും, ഇപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം, അവസാനത്തെ പുസ്തകം വായിച്ച് ഇന്നാണ് തീർന്നത്. അങ്ങനെ നന്നായിട്ട് ബൈബിൾ വായിക്കാനും ബൈബിളിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ജ്ഞാനം എനിക്ക് ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ ജപമാലയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. ബൈബിൾ വായനയും മുടങ്ങാതെ എല്ലാ ദിവസങ്ങളിലും വായിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ കൂടുതൽ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയും ദൈവമാതാവും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു നന്ദി പറയുന്നു. അച്ഛൻ്റെ ടോക്ക് ഞാൻ ടി വിയിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലുള്ള യൂട്യൂബിലുള്ള ഇതിലെല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ വെറിയേറിയ ക്ലാസ്സുകളാണ്. വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുവാനുള്ള ഒത്തിരി ടോക്കുകൾ അച്ഛൻ നൽകാറുണ്ട്. അതെല്ലാം സന്തോഷത്തോടും വിശ്വാസത്തോടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളോടൊപ്പം എനിക്കും കൃപാസനത്തിൽ വന്ന് ഈ ദൈവാനുഭവം നേടുവാനും പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വിളിച്ച് നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസീന ജോസ്. ഇത് ഹസ്ബൻഡ്. ഇത് 2 കുഞ്ഞുങ്ങൾ, ഇസബെല്ല, ഇയാൻ. ഇതെൻ്റെ സഹോദരൻ അരുൺ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിൽ കുടുംബമായിട്ട് ജോലി ചെയ്യുന്നു. കൃപാസനവും ഉടമ്പടിയുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2023 മൂത്ത കുഞ്ഞ് ഇസബെലിനെ ഞാൻ 32 ആഴ്ച പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. അതുവരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രഗ്നൻസി പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളിച്ചപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയായിരുന്നു. അങ്ങനെ 33 ആഴ്ച 3 ദിവസം ആയപ്പം സിസേറിയനിലൂടെ ഇവളെ പുറത്തെടുത്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു 33 ആഴ്ച ആയുള്ളൂ, ചിലപ്പോൾ കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കേണ്ടി വരും, ICUവിൽ വെക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ അവൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്തു. അവരുടെ പ്രോട്ടോക്കോൾ 35 ആഴ്ച ആയതുകൊണ്ട് അതുവരെ അവളെ ഒബ്സർവേഷനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ ബ്രേക്കായി. മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് കാരണം മനസ്സിലായത് ഞാൻ പിന്നീട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പേരൻസ് ഇവിടെ വന്നപ്പോൾ അവർ നിയോഗമായിട്ട് വെച്ചിരുന്നു, അമ്മയും കുഞ്ഞിനെയും കുഴപ്പങ്ങളൊന്നും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ആരോഗ്യ പ്രശ്നം കാരണം പേരൻസിന് ഇപ്പം വരാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതാണ്. ഞാൻ 3 വട്ടം അറ്റൻഡ് ചെയ്തു, ഫെയിലായി. എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ എക്സാമിനേഴ്സിനെ കാണുമ്പോഴത്തേക്കിനും ഞാൻ പഠിച്ച കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. ഭയങ്കര പാനിക്കായിട്ട്, ഭയങ്കര ബ്ലാങ്കായിട്ട്. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മെറിറ്റ് കൊണ്ട് ഇതെനിക്ക് കിട്ടത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എല്ലാം മറന്നു പോകും, ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടെസ്റ്റ് ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഓരോ ടെസ്റ്റിനും പോകുന്നത്. അപ്പോൾ ആ 4ാമത്തെ പ്രാവശ്യം പോയപ്പം എനിക്ക് അമ്മ മാതാവിനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡി എക്സാമിനറെ കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു കാറുണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു കാറ് വേണം, കുറച്ചും കൂടെ സ്പേസൊക്കെ സൗകര്യമുള്ളൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും നോക്കുമെങ്കിലും നമുക്ക് പറ്റിയ ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് അതെപ്പോഴും വിട്ടുവിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഗ്രേ കളറിലുള്ളൊരു കാറ് കണ്ടു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിനുള്ളിലുള്ളൊരു കാറായിരുന്നു.
അപ്പോൾ ഇങ്ങനെ അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. അത് കാണാൻ പോകുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെങ്കിൽ ഒരടയാളം തരണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മരിയ 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 എന്ന് 3 പ്രാവശ്യം കേട്ടു. എന്നിട്ട് ഞാൻ അടുത്ത മൊമെൻറ്റിൽ ഹസ്ബൻഡിനോട് പറയാണ്, ഇത് മാതാവ് നമുക്ക് തരുന്ന കാറാണെങ്കിൽ ആ ഓണറിൻ്റെ വൈഫിൻ്റെ പേര് മരിയ അല്ലെങ്കിൽ മേരി, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും എന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ആ ഓണർ ഭാര്യേനെ മേരി എന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ഇത് മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുത്തു. മാതാവ് ഞങ്ങൾക്ക് ആ കാറ് തന്നു, ആ ഗ്രേ കളറിലുള്ള കാറ്. പിന്നീട് അയർലൻഡിൽ ഒരു വീട് മേടിക്കാൻ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചതാണ്. ഞങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലോൺ പേപ്പർ എല്ലാം ഒരു 6 മാസ കാലാവധിയാണുള്ളത് ലോൺ സാങ്ഷൻ ആകാനുള്ളത്. അതിനുള്ളിൽ ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവരുടെ ബാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവുള്ളൂ. അങ്ങനെ അവസാന സമയങ്ങൾ എടുത്തിട്ടും ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എത്താത്തപ്പം ആ ഒരു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പേപ്പറുകളെല്ലാം ആദ്യം തൊട്ട് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പലരിലൂടെ മാതാവ് ഇടപെട്ട് കറക്റ്റ് ആ ലോണിൻ്റെ 6 മാസത്തെ കാലാവധി തീരുന്ന ആ ദിവസം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ വിഡ്രോ ചെയ്യാനായിട്ട് മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഈ സമയത്ത് ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയിലായിരുന്ന സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ സാധിച്ചത്. പിന്നെ 2024 നവംബർ 29 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗമായിട്ട് കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമെന്ന്, വിശുദ്ധരായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അങ്ങനെ തിരിച്ചു നിന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് തിരിയിലെ നാളത്തിൽ ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പോലെ ഒരു കിഡ്നി ബീൻസിൻ്റെ ഒരു ഷേപ്പിൽ കാണുകയാണ്. അപ്പം മനസ്സിലിങ്ങനെ തോന്നൽ വരികയാണ്, ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ. അപ്പം നാട്ടിൽ വന്ന സമയത്ത് PCOD കാരണം ഡോക്ടർ പീരിയഡ്സ് ആകാൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളെന്നും തൈലവും ഉപ്പുമൊക്കെ എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ 3-ാം മാസത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഹെവി ബ്ലീഡിങ് വന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ തേച്ചും കഴിക്കാനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസമാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിച്ച് ആ ഗർഭകാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചപ്പം അമ്മ മാതാവും ഈശോയും തന്ന കുഞ്ഞാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ മുമ്പിൽ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്ന് ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ ആംബുലൻസ് ക്രൂ വന്നപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ത് വാർത്തയും കേൾക്കാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ക്ലോട്ട്സ് ഉണ്ട്, അത് വലുതായാൽ പ്രഗ്നൻസി മിസ്കാരേജ് ആകും. പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കാരണം ഇത്രയേറെ ബ്ലീഡിങ് ഉണ്ടായിട്ടും കുഞ്ഞിനെ ആരോഗ്യത്തോടെ എൻ്റെ ഉദരത്തിൽ സംരക്ഷിക്കാൻ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാമെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയി. ആ സമയത്താണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്ലാസൻ്റ അവർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഹിസ്റ്റോപത്തോളജി ഒക്കെ വിട്ടപ്പോൾ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ രണ്ടാമത്തെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആസ്പിരിൻ ടാബ്ലറ്റ്, പ്രൊജസ്ട്രോൺ, പെസറി ഒക്കെ 35 ആഴ്ച വരെ കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതുപോലെ പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് അവരുടെ കുഞ്ഞ് മരിച്ചാണ് ഉണ്ടായതെന്ന്. അപ്പം അന്നാണ് എനിക്ക് എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാഞ്ഞിട്ടും വാട്ടർ നേരത്തെ ബ്രേക്കായി എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയത്. കാരണം അമ്മ മാതാവ് അവർ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഉടമ്പടി ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മേടിച്ച് നാട്ടിലും അയർലൻഡിലും ഒക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം, ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങളൊക്കെ കാണുകയും വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ കൃപാസനത്തെയും ഉടമ്പടിയെയും പറ്റി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ വരെ എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോവും, ആത്മീയ ജീവിതത്തിലൊക്കെ വളരെ മുമ്പിട്ട് നിന്ന്. പക്ഷേ സ്വന്തമായിട്ട് കയ്യിൽ ഫോണ് സ്വാതന്ത്ര്യമൊക്കെ ആയപ്പോൾ അത് വളരെ പിന്നിലായി കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നെറ്റിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്ന അത്രത്തോളം അത് വധിച്ചിരുന്നു. ഒരു ബുദ്ധിയൊക്കെ മന്ദീഭവിച്ച് ഹൃദയമൊക്കെ ഘനീഭവിച്ചൊരവസ്ഥയായിരുന്നു. എന്തിന് ജീവിക്കുന്നു, ഒരു ഡിപ്രഷൻ, കുറ്റബോധം, നിരാശ, അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുന്നതും. അതൊരു പിടിവള്ളി പോലെയായിരുന്നു എനിക്ക് മുമ്പോട്ടേക്ക് പൊങ്ങി വരാൻ, ജീവിതത്തിൽ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലാനായിട്ട് മാതാവ് സഹായിച്ചു, ഈശോയെ സഹായിച്ചു. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയും പങ്കെടുക്കാനും കുമ്പസാരിക്കാനും സാധിച്ചു. ക്ഷമിക്കാനായിട്ട്, ഒരിക്കലും ക്ഷമിക്കില്ല, മിണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന 2 വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ അവരോട് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന അറിയാത്ത ഒരു കുടുംബത്തിന് എല്ലാ മാസവും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു.